2020 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് സ്പോർട്സ് ആണ്. ഏറ്റവും ടോപ്പ് വരുന്നതാണ്. ഏറ്റവും ടോപ്പ് വരുന്നത് ഒരു ഡീസൽ സെഗ്മെൻറ്റാണ് വീണ്ടും വരുന്നത്. 2017 മോഡൽ മാരുതി ബ്രസ VDI സിംഗിൾ ഓണർ, 89,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് വണ്ടി. അടുത്തൊരു സ്റ്റോക്ക് കൂടെ റെയർ പീസായ സാധനം 2018 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഡീസൽ സ്വിഫ്റ്റ് 2018 മോഡൽ സിംഗിൾ ഓണർ, 69,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അടുത്തൊരു ടൊയോട്ടോ വണ്ടിയിലേക്ക് വരാം. 2017 മോഡൽ സെക്കൻഡ് ഓണർ, 84,000 കിലോമീറ്റർ ഓടിയ എത്തിയോസ് ഡിവ VX വേരിയൻറ്റ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഷോപ്പിൻ്റെ പേര് ഹേവൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. എപ്പോഴും വരുമ്പോഴും നല്ല വണ്ടികൾ, അതായത് ക്വാളിറ്റി വണ്ടികൾ, ലോ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടികൾ ഇഷ്ടം പോലെ കിടക്കുന്ന ഒരു ഷോപ്പാണ്. ഇഷ്ടം പോലെ പറയുമ്പോൾ എപ്പോൾ വന്നാലും 12-13 വണ്ടികളെ സ്റ്റോക്ക് കാണത്തുള്ളൂ. അതിൽ കൂടുതൽ വണ്ടി കിടക്കത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും എടുക്കാൻ കൊള്ളാവുന്ന വണ്ടികളാണ്. ഇതിപ്പം മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്കും അതിന് മുകളിലോട്ടുള്ളവർക്കാണ് വണ്ടികൾ കിടക്കുന്നതെങ്കിലും ഒരു വണ്ടി സാധാരണക്കാർക്ക് എടുക്കാവുന്ന വണ്ടിയുണ്ട്. 1,10,000 രൂപ വില വഹിക്കുന്ന ഒരു സാൻഡ്രോ. അതുകൊണ്ട് ആ വണ്ടി സാധാരണക്കാർക്ക്, ബാക്കിയുള്ള എല്ലാം അത്യാവശ്യം ശകലം പൈസയൊക്കെ ഉള്ള മിഡിൽ ക്ലാസ് ഫാമിലിക്കും അതിന് മുകളിലോട്ടുമൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ആയിട്ടുള്ളവർക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ വീഡിയോ. കാരണം സാധാരണക്കാർക്ക് ഇത് വലിയ പ്രയോജനം ഇല്ല, കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എടുക്കാൻ ഒരു 5 ലക്ഷത്തിന് മുകളിലോട്ട് 3 5 ലക്ഷത്തിന് മുകളിലോട്ടൊക്കെ ഉള്ള രീതിയിൽ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും നല്ല ക്വാളിറ്റി വണ്ടികൾ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകരിക്കും. അത്യാവശ്യം വിലയിലൊക്കെ റിഡക്ഷൻ ചെയ്തിട്ടൊക്കെയാണ് ഇത്തവണ വില ഇട്ടേക്കുന്നതെന്നുമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാന്യമായ വിലയുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് വരാം. ജെയിൻ സാറേ, അപ്പോൾ നമസ്കാരം. എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറച്ച് നാളായി, ഇപ്പോൾ 2-3 മാസം പുറത്തായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. എങ്ങനെയുണ്ട് വണ്ടിയുടെ സ്റ്റോക്ക്? എങ്ങനെയുള്ള വണ്ടികളാണ് ഇപ്പോൾ കിടക്കുന്നത്? സാധാരണ വരുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് കിടക്കുന്നത്, അങ്ങനത്തെയൊക്കെ തന്നെയാണോ? ബഡ്ജറ്റ് ഉള്ള വണ്ടികളാണ് ഇത്തവണ കിടക്കുന്നത്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിന് അതിന് മുകളിലോട്ടുള്ളവർക്കാണ് മിഡിൽ പറ്റിയ സാധനമുണ്ട്. ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു 3+ ആണ് കൂടുതൽ കിടക്കുന്നത്. നമ്മുടെ 3ക്ക് താഴെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം 3 മേലോട്ടുള്ള വണ്ടികളാണ്. അപ്പോൾ സാധാരണക്കാർ ഈ എപ്പിസോഡ് കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് സാധാരണക്കാരന് എടുത്തുകൂടെ? 5 ലക്ഷം രൂപ വണ്ടി എടുക്കാമല്ലോ. 5 ലക്ഷമൊക്കെ സാധാരണക്കാരുടെ ഒരു വണ്ടിയാണ്. നമുക്കൊരു 1 രൂപ മുതൽ മുടക്കില്ലാതെ നമുക്ക് വേണമെങ്കിൽ വണ്ടി കൊടുക്കാം. സാധാരണക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പെടും. അതായത് ഇപ്പോൾ 2009-10 മോഡൽ എടുക്കുന്നതിന് സാധാരണക്കാർ. സാറ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, അതിൽ നിന്ന് അപ്പറായിട്ടുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഓക്കെ. പിന്നെ സിവിൽ സ്കോർ കറക്റ്റാവണ്ടേ, എല്ലാം നോക്കണ്ടേ പോകുമ്പോളേ, നോക്കി പറയണ്ടേ. എത്ര രൂപയുള്ള വണ്ടികളായിരിക്കും ഇപ്പോൾ കിടക്കണേ? നമുക്ക് കിടക്കുന്നത് കറക്റ്റ് പറഞ്ഞാൽ 1.15 വണ്ടി മുതലുണ്ട്. മേളിലോട്ട് സാൻഡ്രോ ഒരു ചെറിയ ബഡ്ജറ്റ്, ഒരു 1.10 2010 മോഡൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞൊരു വണ്ടിയാണ്. 1.10. പിന്നെ കിടക്കുന്നതൊക്കെ ബഡ്ജറ്റ് നമുക്കൊരു കൂടി വരും. പിന്നെ കൂടിയാവും. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ഇത് 2020 മോഡലാണ്. വെർണ പെട്രോള്, സിംഗിൾ ഓണർ, 45,000 കിലോമീറ്റർ ഓടിയ ഫുൾ കമ്പനി സർവീസോട് വണ്ടി. 2020 മോഡലേ. 20 മോഡൽ 2020. ടയേഴ്സ് എല്ലാം 4 പുതിയതാണ്. യൊക്കോഹാമയുടെ ടയേഴ്സാണ്. കിലോമീറ്റർ ഒക്കെ 45,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. 45 കിലോമീറ്റർ. ടോപ്പ് വേരിയന്റ് ആണോ ഇത്? സെക്കൻഡ് ആണ് വരുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ വരുന്നുണ്ട്. സൺറൂഫ് അടക്കം വരുന്നുണ്ട്. ഓക്കെ, പുഷ് ബട്ടൺ എല്ലാം വരുന്ന മോഡലാണ്. അലോയ് വീൽസ് അടക്കം ഇതിനകത്ത് വരുന്നുണ്ട്. സൺറൂഫും വരുന്നുണ്ട്. എന്നിട്ടും ടോപ്പല്ല. നമ്മുടെ 2020 വെച്ച് നോക്കുമ്പോഴത്തേന് ചേട്ടനെ പറയാം. ഓക്കെ, ഇതിപ്പം മൈലേജ് എന്തുവാണ് ഈ വണ്ടി? മൈലേജ് ഏകദേശം 15 വരെ കിട്ടും. ഇതിനകത്ത് കാണിക്കുന്നവരുണ്ട്. ഓക്കെ, പലർക്കും വരെ ഡൗട്ട് ഉണ്ടാകുന്നവരേക്ക് മൈലേജിൻ്റെ ഒരു ചെറിയ പ്രശ്നം പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും 15 വരെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ഫുൾ കമ്പനി സർവീസ്. ഓക്കെ, എത്ര തന്നെ അറിയാലോ, അത്യാവശ്യം നീറ്റാണ്. ഞാനും പറയുന്നത് അതുകൊണ്ടാണ്. വണ്ടി അങ്ങനത്തെ വണ്ടികളാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം അതുകൊണ്ടാണ്. എത്ര ചോദ്യം? ഇതിൻ്റെ റേറ്റ് 8,20,000 രൂപ. ഞാൻ വേറെ കാര്യം ചോദിച്ചേ, ഫസ്റ്റ് വണ്ടിയുടെ തന്നെ ആവുന്നുണ്ട്. വേറെ കാര്യമുണ്ട്, ഇതിൻ്റെ പുതിയ വണ്ടി എടുക്കുന്നത് 16 ലക്ഷം രൂപ. നേർപകുതി മാത്രമേ ഇതിൻ്റെ വില വരുന്നുള്ളൂ. ഞാൻ ചോദിക്കാൻ വന്നത് അതാണ്. ഈ
അല്ല അതും കൂടെ നോക്കണം. നമ്മൾ 5 വർഷം പഴക്കമെന്ന് പറഞ്ഞാലും പകുതി വില നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ല ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ GST ബേസ് ചെയ്തൊക്കെ ഭയങ്കര വിലക്കുറവുകൾ വരുന്നുണ്ട് പുതിയ വണ്ടിക്ക് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഓഫർ അതിൻ്റെ എല്ലാം വെച്ച് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം കുറവ് വരുന്നുണ്ട്. ഇപ്പോൾ കുറവ് വരുന്നുണ്ട് തീർച്ചയായും. അതല്ലേ പറഞ്ഞു. ഇപ്പം നേരെ പറഞ്ഞില്ലേ ഇരട്ടി വില വണ്ടി അതിൻ്റെ പകുതി മതി. നേർപകുതി. ഓക്കെ. 2019 മോഡൽ കിയ സെൽറ്റോസ് സിംഗിൾ ഓണർ 39,000 കിലോമീറ്റർ ഓടി വണ്ടിയാണേ. അത്ര ഓടിയിട്ടുള്ളൂ? 39,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെന്യുവൻ കിലോമീറ്റർ. ഇത് ടോപ്പ് വേരിയന്റ് അല്ലല്ലോ? ഇത് സെക്കൻഡ് വേരിയന്റ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്ന മോഡൽ തന്നെ മാനുവൽ ആണ് അല്ലേ? മാനുവൽ ടെർബോ പെട്രോൾ സിംഗിൾ ഓണർ 39. അതിനകത്ത് എല്ലാം ഈ നേരത്തെ പറഞ്ഞ തന്നെ AC പവർ സ്റ്റിയറിംഗ്. എയർ ബാഗ് എത്രയാണ് ഇതിനകത്ത്? ഇത് സേഫ്റ്റി ഏതാ? സേഫ്റ്റി എന്ന രീതിയിൽ എയർ ബാഗ് എത്രയാണ്? എയർ ബാഗ് രണ്ട് എയർ ബാഗ്. ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ടച്ച് ആൻഡ് പോളിഷ് വന്നിട്ടുണ്ടോ? കാരണം വണ്ടി കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ടച്ച് ആൻഡ് പോളിഷ് ഒന്നും കേട്ടിട്ടില്ല. വണ്ടി നീറ്റാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് പ്രൈസ് വന്നിട്ട് 9,80,000. ഓക്കെ. ഇത് ഇറങ്ങിയപ്പോൾ എന്താ കാണും? ഇത് ഏകദേശം 20 അടുപ്പിച്ച് വരുന്നുണ്ട്. 20 അടുപ്പിച്ച് വരുന്നു. അതാ പറഞ്ഞത്. ഇതും പകുതി കൂട്ടിയാണ്. ഓക്കെ. ഇത് മൈലേജ് എന്താണ്? ഇത് ഏകദേശം 15 വരെ കിട്ടും. 15 പെട്രോൾ ആണ്. ഈ 15 കിട്ടുമോ? കിട്ടുന്ന മൈലേജ് കിട്ടും. അടുത്തത് വീണ്ടും ഒരു ബഡ്ജറ്റ് വണ്ടി തന്നെയാണ്. 2020 മോഡല് ഫോർഡ് എക്കോസ്പോർട്ട് സ്പോർട്സ് ആണ്. ഏറ്റവും ടോപ്പ് വരുന്നതാണ്. ഏറ്റവും ടോപ്പ് വരുന്നത്. അത് ഡ്യുവൽ ടൂൺ തന്നെ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് 6 എയർ ബാഗ് അതിനകത്ത് വരുന്നുണ്ട്. 6 എയർ ബാഗ്, കമ്പനി പ്ലെയർ, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ. പിന്നെ ടോപ്പ് വരുന്നതായത് തന്നെ എല്ലാം ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അതെ. പക്ഷേ ഇതിനകത്ത് ഈ ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിനകത്ത് ഓറഞ്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അതാണ് സ്പോർട്സ് വന്നേക്കുന്നത്. സ്പോർട്സ് അതാണ് ഏറ്റവും ടോപ്പ്. സൺറൂഫ് ഉൾപ്പെടെ വരുന്നതാണ്. ഓക്കെ. ഡീസലാണ് ഈ വാഹനം വന്നിട്ട്. അപ്പം മൈലേജും അത്യാവശ്യം കാണും. മൈലേജ് അത്യാവശ്യം ഉണ്ട്. ഏകദേശം 19 വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ്. കിലോമീറ്റർ വന്നിട്ട് 64,000 കിലോമീറ്റർ. ഇപ്പോൾ റീസെൻ്റ്ലി സർവീസ് വരെ കഴിഞ്ഞ വാഹനമാണ്. ഇപ്പോൾ റീസെൻ്റ് കഴിഞ്ഞു. ഫുൾ ഇതിലുള്ള ബാക്കിയെല്ലാം സർവീസും കമ്പനി തന്നെയാണ്. ഇപ്പം സർവീസ് കഴിഞ്ഞിട്ടുമുണ്ട്. ഓക്കെ. എടുത്ത സർവീസ് ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ആയാലും എന്തായാലും നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത സർവീസിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓക്കെ. എത്ര ചോദ്യം? എത്ര? എൻ്റെ പ്രൈസ് വന്നിട്ട് 9.5. 9.5. ഇപ്പോൾ ഈ 3 വണ്ടി കണ്ടതിനകത്ത് ഈ 3 വണ്ടിക്ക് നമുക്ക് ഏകദേശം 90% വരെ ലോൺ കിട്ടുന്ന വണ്ടികളാണ്. 90% വരെ ലോൺ. ഇത് ഫോർഡിനും കിട്ടും? ഫോർഡിനും ചെയ്യാം. കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ 5 ലക്ഷം രൂപ മേലോട്ടൊക്കെ ആ സമയത്തൊക്കെ ആയിരുന്നു ഇച്ചിരി 5 ലക്ഷം മേലോട്ട് വരുമ്പോഴത്തേനും ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ലോണ്. പക്ഷേ ഇപ്പോൾ അത് അല്പം വ്യത്യാസമായിട്ടുണ്ട്. മീൻസ് 10 ലക്ഷത്തിന് മേലോട്ടുള്ള ഇതിനാണ് കുഴപ്പമില്ല. 10 ലക്ഷം രൂപ വരെയുള്ള ലോണിനൊക്കെ കുഴപ്പമില്ല. അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചെയ്യാം. നമുക്കിപ്പം നേരത്തേതിനേക്കാളും പ്രോസസ്സ് ഇച്ചിരി കൂടി എളുപ്പമാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ വണ്ടി ഇറക്കാൻ പറ്റുന്നതിനുള്ള സംഭവം. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ലോൺ അപ്രൂവ് ആവോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ള സ്കീം ഇപ്പം നിലവിൽ പോകുന്നുണ്ട്. അതൊരു ബഡ്ജറ്റ് വണ്ടി. 2017 മോഡല് സ്വിഫ്റ്റ് VX ഓപ്ഷനിലെ പുത്തൻ ടയേഴ്സാണ് കേട്ടോ. സ്വിഫ്റ്റ് VX ഓപ്ഷനിൽ സെക്കൻഡ് ഓണർ വണ്ടി. 57,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ള 6 VX ഓപ്ഷനിലായതുകൊണ്ട് തന്നെ മറ്റേ ഡ്യുവൽ എയർ ബാഗും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നതാണ്. അത് AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, ഫോർഡോ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അത്യാവശ്യം ഫീച്ചേഴ്സ്, കമ്പനി ഇമ്പിൻ്റെ പ്ലെയർ, അത്യാവശ്യം ഇതിനെല്ലാം വരുന്നതാണ്. കാരണം VX ഓപ്ഷനുണ്ട്. VX വരുമ്പോഴത്തേനും മറ്റേ എയർ ബാഗ് വരില്ല. VX ഓപ്ഷൻ ആയതുകൊണ്ട് ഡ്യുവൽ എയർ ബാഗും വരുന്നുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് ഇല്ല. മേജറായിട്ട് റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇല്ല. ഈ മേജർ എന്ന് പറയുന്നതിനകത്ത് മൈനർ ഉദ്ദേശിച്ച സംഭവം ബമ്പർ അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞ ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുള്ള സംഭവം. മേജറായിട്ടുള്ള ആക്സിഡൻസ് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഓക്കെ. എത്ര ചോദ്യം? എത്രയാണ് ഇതിൻ്റെ ചോദ്യം? വന്നിട്ട് 4,30,000. 2017 മോഡല്. നമുക്ക് ഏകദേശം ഒരു 4 ലക്ഷം രൂപ ലോണും ചെയ്തു തരാം. ഇത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. 2022 മോഡല് എസ്പ്രസോ VX പ്ലസ് സിംഗിൾ ഓണർ. 24,000 കിലോമീറ്റർ. 24 ഇല്ല 22 മോഡൽ. 2022 മോഡൽ 24,000 കിലോമീറ്റർ. VX പ്ലസ്. അതാണ് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ഡൂഡോ പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, പ്ലെയർ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് അക്സസറീസും കാര്യങ്ങളും അഡീഷണൽ അടിച്ചിട്ടുണ്ട്. സ്പോയിലർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്രോം സീറ്റ് ഒരു കാര്യങ്ങൾ. അത്യാവശ്യം വണ്ടി നീറ്റാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. ഫസ്റ്റ് ടയറും. ചോദ്യം എത്രയാണ്? ചോദ്യം വന്നിട്ട് 4,20,000. 4,25,000.
ഈ വണ്ടി ഞാൻ പറഞ്ഞില്ലേ യൂസ്ഡ് കാറുകാർക്ക് ഏറ്റവും കൂടുതൽ അടി കൊടുത്ത ഒരു വണ്ടി. ഒരു ഡീസൽ സെഗ്മെൻറ്റാണ് വീണ്ടും വരുന്നത്. 2017 മോഡൽ മാരുതി ബ്രസ VDI സിംഗിൾ ഓണർ, 89,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് വണ്ടി. 89,000 കിലോമീറ്റർ. ടയർ കൊള്ളാം, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. മാനുവലാണ്. പെട്രോളോ ഡീസലാണ്? 2017 മോഡൽ ഡീസൽ. ഈ വണ്ടി കൊള്ളാം, വണ്ടിക്കകമൊക്കെ നല്ല അത്യാവശ്യം വീഡിയോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഒരു എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. ബാക്ക് ടയർ പുതിയതാണോ? ബാക്ക് ടയർ പുതിയതാണ്. റീപ്ലേസ് അല്ല, അത്യാവശ്യം ടയർ ബാഗ് ടയർ ഉണ്ട്. ബാക്ക് തിരിയുന്നതാണ്. എല്ലാം ടയർ ഒരേ പോണം തന്നെ. ഏകദേശം 85% ടയർ ഭാഗം ഉണ്ട്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 7 ലക്ഷം വരുന്നു. 7 ലക്ഷം വരുന്നു. നമുക്ക് ഏകദേശം ഫിനാൻസ് തന്നെ ഏകദേശം ഒരു 6.5 to 6.5 വരെ ചെയ്യാം. ഏകദേശം 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീസൽ വണ്ടി ഇറക്കാവുന്നേ ഉള്ളൂ. ഫുൾ കമ്പനി സർവീസാണ്. 89,000 കിലോമീറ്റർ. വീണ്ടും ഒരു ഓട്ടോമാറ്റിക്കാണ്. 2020 മോഡല് ക്രെറ്റ DCT ഓട്ടോമാറ്റിക്കാണ്. DCT ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ, 45,000 കിലോമീറ്റർ. 45 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ അല്ല, അതൊന്ന് ചോദിക്കും. 41,000-ലാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം, അതായത് 2025 തന്നെ സർവീസ് ചെയ്തേക്കുന്നത്. ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ടോപ്പ് വരുന്ന SX ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻ്റ്. മറ്റേ പനോരമിക് സൺറൂഫ്, പിന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് അത്യാവശ്യം തന്നെ മറ്റേ ഇലക്ട്രിക് സൈറ്റ് അടിച്ചുള്ള അങ്ങനെ എല്ലാം ഉള്ളൊരു മോഡലാണ്. സീറ്റ് വെന്റിലേഷൻ ഉണ്ട്, AC വെന്റിലേഷൻ ഉണ്ട്. അത്യാവശ്യം വണ്ടി ഒക്കെയാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ചോദ്യം എത്രയാണ്? ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 12,50,000 രൂപ വരും. ഇത് ഇറങ്ങിയപ്പോൾ എന്താ വേണം? ഇത് ഏകദേശം 22 രൂപ ഇതിൻ്റെ ഓൺ റോഡ് പൈസ വരും. ഓൺ റോഡ് ഉണ്ടോ? അടുത്തൊരു ടൊയോട്ടോ വണ്ടിയിലേക്ക് വരാം. 2017 മോഡൽ സെക്കൻഡ് ഓണർ, 84,000 കിലോമീറ്റർ ഓടിയ എത്തിയോസ് ഡിവ VX വേരിയൻറ്റ്. ഇതിൻ്റെ ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. കിലോമീറ്റർ എന്തോ ഓടി? കിലോമീറ്റർ 84. അതെ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. ഡീസലല്ലേ? പെട്രോളാണ്. ഈ വണ്ടിക്കാകെ അത് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. മറ്റേ AC പവർ സ്റ്റിയറിംഗ്, ഡുവൽ എയർ ബാഗ്, ABS, അലോയ്സ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. പിന്നെ ഇത് മറ്റേ 2017 മറ്റേ ഡ്യുവൽ ടൂണാണ് വരുന്നത്. ഡ്യുവൽ ടൂണാണ്. നല്ല ടയേഴ്സ്, എല്ലാ ടയറുകളെല്ലാം മാറിയിട്ടേക്കാം അല്ലേ? പുതിയ ടയറായിട്ടാണ് അങ്ങനെ. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,70,000 രൂപ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് വരാനൊന്നുമില്ല. അടുത്ത ഒരു ഫുൾ ഫിനാൻസ് ചെയ്യാൻ പറ്റിയ വണ്ടി 2021 മോഡൽ ടാറ്റ ആൾട്രോസ് സിംഗിൾ ഓണർ, 76,000 കിലോമീറ്റർ. 76,000 കിലോമീറ്റർ. സെക്കൻഡ് വേരിയൻ്റാ. പെട്രോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ആയാൽ പോലും. ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർ, 76,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും? ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണ് വണ്ടി. 76 കിലോമീറ്റർ. അതായത് മറ്റേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീച്ചേഴ്സ് AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, മിറർ ഓട്ടോ ഫോൾഡബിൾ. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് വരുന്നുമുണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,50,000 രൂപ. 4,50,000. നമുക്കത് വേണമെങ്കിൽ ലോൺ വേണമെങ്കിൽ ഫുൾ ഫിനാൻസും ചെയ്ത് തരാം. ഫുള്ള് ചെയ്ത് തരാം. ഇവിടെ കിടക്കുന്നത് വെച്ച് ഒരു 7 സീറ്റർ വണ്ടിയാണ്. 2016 മോഡൽ മഹീന്ദ്ര XV500W6 സെക്കൻഡ് ഓണർ, 72,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. 69,000 ലാസ്റ്റ് സർവീസ് ചെയ്ത വണ്ടി. W6 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ലോഡാണ്. ആൻഡ്രോയിഡ് സിസ്റ്റവും. ഇത് മാനുവൽ അല്ലേ? മാനുവൽ. ഇത് റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 7,25,000 രൂപ. 7,25,000. ഇത് ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ടായിരിക്കും വില? ഏകദേശം 18 ലക്ഷം രൂപ. 18. വേറെ അപാകതകളൊന്നുമില്ല? ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഇതിന് മൈലേജ് എന്ത് കിട്ടും? പക്ഷെ 14 വരെ കിട്ടുന്നതാണ്. 14 വരെ കിട്ടും. ഡീസലാണ്. 14 വരെ കിട്ടുന്നത്. ടയേഴ്സൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ട്. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ക്ലെയിമോ വരണമെന്നില്ല. പ്രൈസ് വന്നിട്ട് 7,20,000. അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞില്ല. AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് സെൻസർ,
ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 7,400. നമുക്ക് ലോൺ ചെയ്യുമ്പോഴത്തേന് ഏകദേശം 6+ ലോൺ ചെയ്യാം. 6+ ലോൺ ചെയ്യാം. ഇത് 2017 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXi സെക്കൻഡ് ഓണർ വണ്ടി, 48,000 കിലോമീറ്റർ. ഇതിൻ്റെ കൂടെ തന്നെ 2021 മോഡൽ ഒരു 22 മോഡൽ ഒരു ഓട്ടോമാറ്റിക് VXi കൂടെ വരുന്നുണ്ട്. അത് 54,000 കിലോമീറ്റർ വണ്ടി. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 6,20,000 രൂപ. ഓക്കെ. ഈ ഇതിലിപ്പോൾ അപാകതകളോ എല്ലാം പറയാനുണ്ടോ? ഒന്നുമില്ല. വണ്ടി വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ടയേഴ്സും ഒക്കെ അത്യാവശ്യം കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വേറെ ഈ ടച്ച് ആൻഡ് പോളിഷ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. പിന്നെ ഉള്ള മറ്റേ ഓട്ടോമാറ്റിക് വരുന്നത് അത് വന്നിട്ട് 6,400. അത് VXi ആണ്. അത് മറ്റേ വൈറ്റ് കളർ വണ്ടി, സെയിം ഷേപ്പ് തന്നെ വരുന്നത്. നമ്മുടെ സ്റ്റോക്ക് കിടക്കുന്നതിനകത്ത് ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടിയാണ് 2010 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി, 1,10,000 കിലോമീറ്റർ, 1,10,000 രൂപ റേറ്റ് ചോദിക്കുന്ന വണ്ടി. അത് അത്യാവശ്യം നീറ്റായിട്ടുള്ള വണ്ടിയാണ്. 2010 ആണെങ്കിലും ടെസ്റ്റൊക്കെ കഴിഞ്ഞ് 2030 വരെ പേപ്പറും കാര്യങ്ങളും ഉള്ളതാണ്. സീറ്റ് കവർ, അതായത് സീറ്റ് കവറുണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്. അത്യാവശ്യം വണ്ടി ഓടിക്കാനും വേറെ അടിപൊളി കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. മൊത്തം റീപെയിൻറ്റ് ചെയ്തതാണോ? മറ്റേ ഇത് ചെയ്ത മറ്റേ ടച്ച് ആൻഡ് പോളിഷ് ചെയ്തതാണ്. ടെസ്റ്റ് കഴിഞ്ഞ് 2030 വരെ പേപ്പറുള്ളതാണ്. എത്ര? 1,10. ലാസ്റ്റ് പ്രൈസ് ആണോ? നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും കുറച്ച് ചെയ്യാം. ചെറിയ രീതി, കാരണം ഇതിനകത്ത് വലിയതായിട്ടൊന്നും സംഭവം പ്രതീക്ഷിക്കരുത്. അതെ, ഇത് ഒന്നാമത് കുറച്ചാണ്. കാരണം നോക്കിയാൽ തന്നെ അറിയാം 2010 മോഡലിന് ഏറ്റവും റേറ്റ് കുറവായിരിക്കും. അടുത്ത വീണ്ടും ഒരു ഹുണ്ടായുടെ തന്നെ വണ്ടി 2014 മോഡൽ സിംഗിൾ ഓണർ, 84,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കിടക്കുന്നത്. i20 സ്പോർട്സ് ഓപ്ഷനിലാണ്. അത് AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, അലോയ്സ്, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് ക്യാം, റിവേഴ്സ് സെൻസർ, അത്യാവശ്യം ഫീച്ചേഴ്സ്. പെട്രോളാണ്. അപ്പോൾ ഒരു 13 മൈലേജ്, 14 മൈലേജ്, 14 വരെ മൈലേജ് കിട്ടുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. സ്പോർട്സ് ഓപ്ഷനിലാണ്. ഓക്കെ. സ്പോർട്സ് ഓപ്ഷൻ, മാനുവൽ. ഓട്ടോ ഫോൾഡബിളും കാര്യങ്ങളെല്ലാം വരുന്നത്. പുഷ് ബട്ടണുമാണ്. സ്പോർട്സ് ഓപ്ഷനിലായതുകൊണ്ട് പുഷ് ബട്ടൺ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം ആസ്തയ്ക്കകത്ത് ഉള്ള ആ ഫീച്ചേഴ്സ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,20,000 രൂപ. നമുക്ക് ഏകദേശം ലോൺ 3.25 വരെ നമുക്ക് ലോൺ ചെയ്യാമേ. അടുത്തൊരു സ്റ്റോക്ക് കൂടെ റെയർ പീസായ സാധനം 2018 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഡീസൽ സ്വിഫ്റ്റ് 2018 മോഡൽ സിംഗിൾ ഓണർ, 69,000 കിലോമീറ്റർ ഓടിയ വണ്ടി. VD ആണ്. 69. ഏകദേശം മൈലേജ് തന്നെ 23 ആ റേഞ്ച് വരെ കിട്ടുന്ന ഡീസലാണ്. 23+ കിട്ടിയാലേ ഉള്ളൂ. ഈ അത്രയ്ക്കൊക്കെ പറയണോ? 23 കൺഫേം കിട്ടുന്നു. കാരണം ഇതിന് ഏകദേശം പെട്രോൾ തന്നെ ഏകദേശം 20 അടുപ്പിച്ച് വരെ കിട്ടുന്ന മൈലേജാണ്. അതുകൊണ്ട് തന്നെ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് സെൻസർ, അത്യാവശ്യം ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് എല്ലാം അത്യാവശ്യം കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ടയർ ഭാഗം നല്ല ടയറുണ്ട്. എത്ര ചോദ്യം? ഇതിന് ചോദ്യം വന്നിട്ട് 5,90,000. 5,90,000. അപ്പോൾ 6 ലക്ഷം ആയി. 6 ലക്ഷം ഡീസലാണ്, പെട്രോൾ അല്ല. അല്ല, എന്നാലും ഇത് ഇറങ്ങിയപ്പം എന്തുകൊണ്ടായിരിക്കും? ഏകദേശം 8-9 അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. ആ റേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ഉപകരിച്ച ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സാൻഡ്രോയും സർവീസൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് ഇട്ടേക്കുന്നു. വേറെ തുരുമ്പ് അങ്ങനെയുള്ളതൊന്നും ഞാൻ കണ്ടില്ല. ആ രീതിയിൽ റീപെയിൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കുന്ന ഒരു വണ്ടി. അപ്പോൾ എടുക്കുന്നവർക്ക് അത് വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ നോക്കുന്നവർക്കൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ ഉപകാരപ്പെട്ട ഒരു നല്ല വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ എടുക്കാനും വരെ ബൈ.